ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മുട്ടത്തോരനാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചപ്പാത്തിയോടെയും ചോറിൻ്റെയോടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു മുട്ടയും ഒരു പച്ചമുളകും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയെടുക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് 1 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കട്ട് ചെയ്തിടാവുന്നതാണ്. ഞാൻ ഇത് എരിവ് കൂടുതലുണ്ടായതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ടത് കേട്ടോ. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വഴുവഴുപ്പ് മാറുന്നിടം വരെ നിങ്ങൾ വേവിച്ചാൽ മതി. ഇതേ രീതിയിൽ ഇരിക്കണം. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി നമുക്ക് മുട്ടയൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തേങ്ങയൊന്നും ഇടണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇടാം, പക്ഷെ ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പം മുട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക അധികം വേവിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് കേട്ടോ. അതിൻ്റെ ഗുണം പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മുട്ട ഇടാവുന്നതാണ്. ഞാനിവിടെ ഒരു മുട്ട ഇടുന്നുള്ളൂ. കാരണം വെണ്ടയ്ക്ക വെന്ത് വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ. ഉപ്പൊക്കെ കറക്റ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇത് ചോറിൻ്റെയോടെയും ചപ്പാത്തിയോടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും നിങ്ങൾ മറന്നുപോലെ. അപ്പോൾ വീണ്ടും ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.